ചൂടാണ്. അയ്യോ തുണിയൊക്കെ വെയിലത്തിട്ട് നരച്ചു പോയല്ലോ. അമ്മേ അമ്മേ, ആ നല്ല ചെടികളൊക്കെ ഉണ്ടല്ലോ. നല്ല ഭംഗിയിൽ ഒത്തു കുഴിച്ചിട്ടതാവും. എനിക്കും വേണം. വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കൊണ്ടുപോയി കുഴിച്ചിടണം. ഈ അമ്മ എവിടെ പോയി? അമ്മേ അമ്മേ അമ്മേ, അമ്മ എവിടെ പോയി? ആ അമ്മ അലക്കാണോ? എന്നാ അമ്മ അലക്കിക്കോ. അലക്ക് കഴിഞ്ഞിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. ഓ എന്തൊരു വെയിലാ. ക്ഷീണിച്ചു പോവുക വെയിലത്ത്. എന്താ മോളിങ്ങനെ നിക്കുന്നേ? ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്താ അകത്തേക്ക് കയറാഞ്ഞേ? വയ്യ, നല്ല വെയിലായിരുന്നു. ആണോ? എന്താ ക്ഷീണമാണല്ലോ. വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നത്. ആണോ? എന്നാ കയറുമ്പോ ചായ തരാം. ചായ എടുത്ത് കുടിക്കാൻ വയ്യായിരുന്നു. നമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാലൊന്നും പിന്നെ കിട്ടിയില്ല. ഇരിക്കുമ്പോ ചായ എടുക്കാം കേട്ടോ. നമ്മളെ കട്ടനാണുള്ളത്. പാല് കിട്ടിയില്ല. ഇഡ്ഡലി വേണ്ട? ഇഡ്ഡലി ഉണ്ട്, കഴിച്ചോ? വേണ്ട, രാവിലെ പോവാതെ കഴിച്ചിട്ടാ പോകുന്നത്. ആണോ? അപ്പൊ പണിക്കാർക്ക് എന്താ കൊടുക്കുന്നേ? അതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് എന്താ കപ്പയാണോ 10 മണിക്ക് കൊടുക്കുന്നത്? കപ്പയും മീൻകറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ നീ പോന്നാലിപ്പോ ആരെടുത്ത് കൊടുക്കാൻ? ഏട്ടനുണ്ട് അവിടെ. ഏട്ടനുണ്ടോ? ഏട്ടൻ എടുത്ത് കൊടുത്തോളും. പണിക്ക് പോയില്ല, പണിക്കാരെ കൂടെ പണിയെടുക്കും. പിന്നെ അമ്മ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകും. അവിടെ ഓരോ പണിയൊക്കെ എടുത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ മക്കൾ സ്കൂളിൽ പോയോ? എല്ലാവരും കഴിഞ്ഞല്ലേ? ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിക്കും. നമുക്ക് വയ്യാനില്ല, വരണമെന്നില്ല. ഞാനതുകൊണ്ട് അമ്മേനെ കാണാൻ അങ്ങോട്ട് വന്നു. വയ്യ. പിന്നെ മോൻ അങ്ങോട്ട് വന്നില്ലായിരുന്നു. അവൻ അങ്ങോട്ട് വരണമെന്നൊക്കെ പറഞ്ഞിരുന്നു. വന്നിട്ടില്ല. ഇല്ലല്ലേ? അവനും ഇതേപോലെ പണിയുടെ തിരക്കാ. അവനും എന്തൊക്കെയോ പണി തിരക്കാണ്. പിന്നെ അവർക്ക് ഓരോ പൈസേന്റെ ഓരോ പ്രശ്നങ്ങളില്ലേ. എവിടെ പോയി? മുത്ത് മോന് സ്കൂളിൽ എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ടെന്ന് വന്നു. അപ്പൊ അതിന് പോയതാ. അപ്പൊ അവര് പിന്നെ അവിടെ മുക്കത്തൊക്കെ പോയിട്ട് എന്തോ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അവൻ പണിക്ക് പോയതാ. പണിക്ക് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് പണിയുണ്ട്. പോയി വന്നതാ. ബാങ്കിൽ പോയിട്ട് കടലാസ് ഒന്നും റെഡി ആയില്ല. ഓരോ കാരണം പറഞ്ഞ് ഓരോ പ്രാവശ്യം നടത്തി. ബാങ്കിലത്തെ കാര്യമല്ലേ? അതിന് കിട്ടിയിട്ട് വേണം വീട് പണി മുന്നോട്ട് നോക്കാൻ. അതല്ലേ? വേറെ കടലാസുകൾ ഇങ്ങനെ പറയും. പ്രാവശ്യം ഓരോ കഥകൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം പറഞ്ഞു. അത് കിട്ടിയിട്ട് വേണം ഇനി എല്ലാം തുടങ്ങാൻ. എവിടെ പോയി മോളെ മാലയൊക്കെ? അതൊക്കെ വീട് പണിയൊക്കെ. മാലയൊക്കെ എന്ത് ചെയ്യും? നീ എന്താക്കി നിന്റെ മാല കമ്മലൊക്കെ? എന്റെ മോളെ, ഇതൊക്കെ വീട് പണിക്ക് എടുത്തതാണോ? സാരമില്ല, നമുക്കൊരു വീടായാലും ഒരു സമാധാനമായില്ലേ? വീടായിട്ട് നമുക്കൊരു വീടായിട്ട് വേണം അമ്മയ്ക്ക് ഒരു 10 ദിവസം അവിടെ വന്ന് നിൽക്കാനായിട്ട്. എന്നിട്ട് അമ്മയ്ക്ക് വരാം. വീട് പണിയൊക്കെ കഴിയട്ടെ, ഞാൻ വന്ന് കൊണ്ടുപോകാം. എനിക്ക് 10 ദിവസം അവിടെ വന്ന് നിൽക്കണം. നമുക്കൊരു സമാധാനത്തിന് നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോൾ അതിൽ കിടക്കുന്നത് ഒന്നും വേണ്ട. വലിയ മക്കളെ ഒന്നും കെട്ടിച്ചു വിടാനൊന്നും ആയില്ലല്ലോ. അപ്പൊ ഒരു റൂം തേക്കുക, പിന്നെ അടുക്കളയും അതിലേക്ക് പോവാം. പിന്നെ നിന്നുകൊണ്ട് വലിയ കടങ്ങളൊന്നും വെച്ചിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലെ അച്ഛൻ ഈ വീട് എങ്ങനെ ഉണ്ടാക്കിയേ? കുറച്ച് നമുക്ക് പറ്റുന്നതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ബാങ്കിലത്തെ ലോണൊക്കെ എടുത്തിട്ട് വലിയ പൈസ ഒന്നും എടുക്കാൻ നിൽക്കണ്ട. ബാങ്കിലത്തെ ലോണാണ്. അതിന്റെ പലിശ വന്ന് നമ്മൾ മുടിഞ്ഞു പോവുകയുള്ളൂ. അടയ്ക്കാൻ പറ്റാണ്ട് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ നോക്കി കണ്ട് ചെയ്താൽ മതി കേട്ടോ. അമ്മേ, 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 ചേച്ചി പറയുന്നത് ഞാൻ കുറച്ച് സമയമായി വന്നിട്ട്. ബാങ്കിൽ വന്നതായിരുന്നു. വീട് പണി കുറെയൊക്കെ കഴിഞ്ഞ് ഇനി പൈസ ഒന്നും ഇല്ല. ഇനി ബാങ്കിൽ നിന്ന് ലോൺ റെഡി ആവണം. ഇല്ല, ഞാൻ ഇന്നലെ പണീന്റെ തിരക്കല്ലേ. ഞാൻ പണിസ്ഥലത്ത് കണ്ട് സാധനം എടുക്കാണ്ട്
ചേച്ചി ചോറിന്നിട്ട് പോയാൽ മതി കേട്ടോ. ചായ കുടിച്ചോ മോനെ? ചായ ആളെ എടുത്ത് വെച്ചാണ്. അതെടുത്ത് അവിടെ പോയാല് പിന്നെ മക്കളൊക്കെ എന്തെടുക്കണേ? മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. ഏട്ടനോ? ഏട്ടനും ഇത് അവിടെ പണിക്കാരെ കൂടെ സഹായിക്കാൻ നിൽക്കുക. എന്നാ ശരിയേ, എന്നാ ശരി. ചോറിന്നിട്ട് മതി കേട്ടോ. ആ ആയിക്കോട്ടെ. അമ്മേ എന്നാ ഞാൻ പോവാൻ നോക്കട്ടെ. എനിക്ക് പോയിട്ട് പണിക്കാർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം. അമ്മ എന്തെടുക്കുക? ഞാനേ അടുക്കളയിൽ ആ ക്ലാസ് ഒന്ന് കഴുകാൻ വേണ്ടി വന്ന മോളെ. മോള് പോവാണോ? ആ ഞാൻ പോട്ടെ, ഞാൻ പിന്നെ വരാം. ആണോ? എന്നാ ആയിക്കോട്ടെ. അമ്മയും അവിടെ എത്തുകയും വേണം. അമ്മയും മോനും കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് അവനെയും കൂട്ടി ഞാൻ വരാം. അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടാ. മുത്തിനെയും കൂട്ടിക്കോളാം. മുത്തിനെയും കൂട്ടി വരാം. മതിക്കുട്ടനെയൊക്കെ കൂട്ടി വരാം കേട്ടോ. എന്തേ വിളിക്കണം കേട്ടോ. ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ മോൾ. പോയിക്കോ. എൻ്റെ മോളെ ഒരു കഷ്ടപ്പാട്, എന്താ ചെയ്യുക. എന്തായാലും ഒരു വീടുണ്ടായാൽ അതൊരു സമാധാനമായി. മോള് പോയോ? പാവം, വെയിലത്തിന് എന്തോ ഒരു കഷ്ടപ്പാടാ. എൻ്റെ ദൈവമേ, വേഗത്തേക്കൊന്ന് നേരെയാക്കി കിട്ടിയാൽ മതിയായിരുന്നു. വേഗം എത്ര കാലമായി ഈ വീടിന് വേണ്ടിയിട്ട് നടക്കുന്നു. ഈശ്വര എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ. അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക.